ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് സന്തോഷ വാർത്തയുണ്ട്. നമ്മൾ കാത്തിരുന്ന ദേവസ്വം LDCയുടെ എക്സാം ഡേറ്റ് വന്നിട്ടുണ്ട്. സെപ്റ്റംബർ 18-നാണ്. അപ്പോൾ നമ്മുടെ പഠനം കൂടുതൽ ഉഷാറാക്കണം. സെപ്റ്റംബർ 18-ന് 1:30 മുതൽ 3:15 വരെയാണ് എക്സാം. പുതിയ സിലബസ് വന്നിട്ടുണ്ട്. ലോവർ ഡിവിഷൻ ക്ലർക്ക്, സബ് ഗ്രൂപ്പ് ഓഫീസർ, ഗ്രേഡ് 2. എക്സാം ഡേറ്റ് സെപ്റ്റംബർ 18, 2022. കാറ്റഗറി നമ്പർ 8, 2022. പാർട്ട് 1 പൊതുവിജ്ഞാനവും ആനുകാലികവും. പാർട്ട് 2 ഗണിതം, മാനസികശേഷി, യുക്തിചിന്ത, ക്ലറിക്കൽ അഭിരുചി. പാർട്ട് 3 ജനറൽ ഇംഗ്ലീഷ്. പിന്നെ പാർട്ട് 4 പ്രാദേശിക ഭാഷ, മലയാളം, തമിഴ്, കന്നഡ. പിന്നെ പാർട്ട് 4 സയൻസ്. അപ്പം ഇത്രയാണ് നമ്മുടെ സിലബസിൻ്റേത്. നമുക്ക് സിലബസ് നോക്കാം ഫ്രണ്ട്സ്. അപ്പം നമുക്ക് ദേവസ്വം LDCയുടെ സിലബസ് നോക്കാം. പാർട്ട് 1 ആണ് പൊതുവിജ്ഞാനവും ആനുകാലികവും. എന്തൊക്കെയാണ് വരുന്നത്? അന്തർദേശീയ, ദേശീയ, പ്രാദേശിക തലങ്ങളിലെ രാഷ്ട്രീയ, സാമ്പത്തിക, സാമൂഹ്യ, ശാസ്ത്ര, സാങ്കേതിക, കായിക മേഖല, വിനോദ, സാഹിത്യ മേഖലകളിലെ പ്രധാന ആനുകാലിക സംഭവങ്ങൾ, പ്രമുഖ വ്യക്തികൾ, ബഹിരാകാശ പര്യവേഷണ മേഖലയിൽ ഇന്ത്യ കൈവരിച്ച നേട്ടങ്ങൾ, ചന്ദ്രയാൻ 1, ചന്ദ്രയാൻ 2, പിന്നെ പ്രമുഖ ദേശീയ, അന്തർദേശീയ, ബഹിരാകാശ ഗവേഷണ സ്ഥാപനങ്ങൾ, സാരഥികൾ, അന്തർദേശീയമായിട്ടുള്ളതും ദേശീയമായിട്ടുള്ളതും. പിന്നെ നമ്മൾ പ്രാദേശിക തലത്തിലുള്ള വിവരങ്ങളൊക്കെ പഠിക്കണം. പിന്നെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം, പ്രമുഖ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക മുന്നേറ്റങ്ങൾ, പ്രമുഖ വ്യക്തികൾ, അവരുടെ സംഭാവനകൾ, വിവിധ ദേശീയ പ്രസ്ഥാനങ്ങൾ, പ്രമുഖ സ്വാതന്ത്ര്യ സമര സേനാനികൾ, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിലുണ്ടായ പ്രമുഖ രാഷ്ട്രീയ, സാമൂഹിക മുന്നേറ്റങ്ങൾ, സ്വാതന്ത്ര്യ ഇന്ത്യയിലെ ആദ്യ ക്യാബിനറ്റ്, ഇന്ത്യൻ പ്രസിഡന്റുമാർ, പ്രധാനമന്ത്രിമാർ. പിന്നെ മഹാത്മാഗാന്ധി, ഗാന്ധി ദർശനങ്ങൾ, ഗാന്ധിയൻ പാരമ്പര്യം, കാലവർത്തിയായ ഗാന്ധിയൻ മൂല്യങ്ങൾ, കാലിക പ്രാധാന്യം, പ്രസക്തി. ഗാന്ധിയൻ ദർശനങ്ങളും ഗാന്ധിയൻ പാരമ്പര്യം, പിന്നെ കാലവർത്തിയായ ഗാന്ധിയൻ ആശയങ്ങൾ, ഇതൊക്കെ. തൊട്ടുകൂടായ്മ, ജാതി വ്യവസ്ഥ, ഉച്ചനീചത്വങ്ങൾ എന്നിവ ഇല്ലാതാക്കുന്നതിന് പൗരസ്വാതന്ത്ര്യം, മനുഷ്യാവകാശങ്ങൾ എന്നീ മൂല്യങ്ങൾ നേടിയെടുക്കുന്നതിന് കൈക്കൊണ്ട പ്രവർത്തനങ്ങൾ. മഹാത്മാഗാന്ധിയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും പഠിക്കണം. ഗാന്ധി ദർശനങ്ങൾ, ഗാന്ധിയൻ പാരമ്പര്യം. അടുത്തത് ഇന്ത്യൻ സാമ്പത്തിക രംഗത്തിൽ സാമ്പത്തിക പരിഷ്കരണ നടപടികൾ, ദേശീയ വരുമാനം, വളർച്ചാ നിരക്ക്, പിന്നെ രൂപയുടെ ചെലവ്, ബാങ്ക് ദേശസാൽക്കരണം, ബാങ്കിങ്, ഇതര ധനകാര്യ സ്ഥാപനങ്ങൾ, റിസർവ് ബാങ്ക്, അന്തർദേശീയ ധനകാര്യ സ്ഥാപനങ്ങൾ, ലോക ബാങ്ക്, നാണയനിധി, പിന്നെ അന്താരാഷ്ട്ര നാണയനിധി, ഘടനാ പ്രവർത്തനം. പിന്നെ പ്രമുഖ എല്ലാ അന്താരാഷ്ട്ര സംഘടനകളും പഠിക്കണം. ഐക്യരാഷ്ട്ര സംഘടന, G4 രാജ്യങ്ങൾ, അന്താരാഷ്ട്ര കോടതികൾ, സർവ്വരാജ്യ സഖ്യം, കോമൺവെൽത്ത്, ചേരിചേരാ പ്രസ്ഥാനം, ആസിയാൻ, സാർക്ക്, ബ്രിക്സ്, യൂറോപ്യൻ യൂണിയൻ, ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്ക്, അന്തർദേശീയ നാണയനിധി, പിന്നെ അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ, ആശയങ്ങൾ. പിന്നെ സാമൂഹിക, സാമ്പത്തിക, വ്യവസായിക, കാർഷിക, വിവര സാങ്കേതിക മേഖലകളിൽ സ്വാതന്ത്ര്യാനന്തരം കൈവരിച്ച നേട്ടങ്ങൾ. പിന്നെ കായിക രംഗവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ദേശീയ, പ്രാദേശിക രംഗത്തെ പ്രമുഖ സാഹിത്യകാരന്മാർ, അവരുടെ രചനകൾ, കഥാപാത്രങ്ങൾ, തൂലികാനാമങ്ങൾ, അപരനാമങ്ങൾ, അവാർഡ് ജേതാക്കൾ, കലാ, സാഹിത്യ, ഭാഷാ പോഷണത്തിലുള്ള കേന്ദ്ര, സംസ്ഥാന സർക്കാർ സ്ഥാപനങ്ങൾ, സാരഥികൾ. പിന്നെ അന്തർദേശീയ ശാസ്ത്ര പ്രതിഭകൾ, കണ്ടുപിടുത്തങ്ങൾ, നോബൽ പുരസ്കാര ജേതാക്കൾ, ഇന്ത്യൻ വനിതാ ശാസ്ത്രജ്ഞൻ, നോബൽ സമ്മാനാർഹരായ ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ, പത്മ പുരസ്കാരങ്ങൾ, മറ്റു പുരസ്കാര ജേതാക്കൾ, പത്മ പുരസ്കാരങ്ങൾ, മറ്റുള്ള പുരസ്കാരങ്ങളൊക്കെ നമ്മൾ പഠിക്കണം. പിന്നെ ഇന്ത്യയിൽ വിശിഷ്ടിയും കേരളത്തിൽ നടപ്പാക്കിയ ജനാധിപത്യ അധികാര വികേന്ദ്രീകരണം, അതിൻ്റെ ലക്ഷ്യവും പ്രയോജനവും. പിന്നെ വിവിധ കമ്മീഷനുകൾ, അതിൻ്റെ അധികാരങ്ങൾ, ഘടന നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് തന്നെ. പിന്നെ സാമൂഹിക നന്മ, സുരക്ഷ, സാമൂഹിക പദ്ധതികൾ. പിന്നെ ഇന്ത്യയിലെ അഴിമതി നിരോധന നിയമങ്ങൾ, അഴിമതി നിയന്ത്രണത്തിനുള്ള ഭരണഘടനാ സ്ഥാപനങ്ങൾ, ലോകായുക്ത, ലോക്പാൽ, അതുപോലെയുള്ളത്. പിന്നെ ആഗോളതാപനം, ഓസോൺ പാളികളുടെ ശോഷണം, അതിൻ്റെ കാരണങ്ങൾ, മുൻകരുതലുകൾ, കാലാവസ്ഥാ വ്യതിയാനങ്ങൾ, മറ്റ് പാരിസ്ഥിതിക ആഘാതങ്ങൾ, ഗ്രീൻ ഹൗസ് ഗ്യാസസ്,
അതൊക്കെ നോക്കണം. പിന്നെ സഹകരണ മേഖലയിൽ കേരളം കൈവരിച്ച പുരോഗതി, പിന്നെ പ്രകൃതി ദുരന്തങ്ങൾ, ദുരന്ത ലഘൂകരണ പ്രവർത്തനങ്ങൾ, ലോകത്തെ ബാധിച്ച മഹാവ്യാധികൾ, COVID-19, സ്പാനിഷ് ഫ്ലൂ, എയ്ഡ്സ്, അങ്ങനെയുള്ള പല രോഗങ്ങളും, സിക്ക വൈറസ് കൈകൊണ്ട അതുപോലെ അതിനൊക്കെ കൈകൊണ്ട പ്രതിരോധ പ്രവർത്തനങ്ങൾ, മുൻകരുതലുകൾ, COVID-19 വ്യാപനം, കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ കൈകൊണ്ട രോഗവ്യാപന പ്രവർത്തനങ്ങൾ, വിവിധ പാക്കേജ്, വാക്സിൻ, അതൊക്കെ പഠിക്കണം. പിന്നെ സഹകരണ മേഖലയിൽ കേരളം കൈവരിച്ച പുരോഗതി, വിദ്യാഭ്യാസ, ആരോഗ്യ, സാമ്പത്തിക മേഖലകളിലെ പ്രമുഖ സഹകരണ സ്ഥാപനങ്ങൾ, ഉദ്ദേശ ലക്ഷ്യങ്ങൾ, നമ്മളൊക്കെ പഴയ സിലബസിലുള്ളത് തന്നെ. പിന്നെ സാമൂഹിക നീതി, പ്രാധാന്യ പ്രസക്തി, വിയന്ന പ്രഖ്യാപനം, കൊളോണിയൽ വിരുദ്ധ പോരാട്ടങ്ങൾ, ദളിത് മുന്നേറ്റങ്ങൾ, സ്ത്രീ തുല്യത പ്രസ്ഥാനങ്ങൾ, സർവ്വദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനം, UN മനുഷ്യാവകാശ കൗൺസിൽ, ഹ്യൂമൻ റൈറ്റ്സ് വാച്ച്, പിന്നെ സാമൂഹിക നീതിക്കായി പോരാടിയ അന്തർദേശീയ നേതാക്കൾ, അന്തർദേശീയ നേതാക്കൾ, പിന്നെ ലോക തൊഴിലാളി ദിനം, പ്രധാന തൊഴിൽ നിയമങ്ങളുടെ ആവിർഭാവം, കേരളത്തിലെ തൊഴിലാളി പോരാട്ട ചരിത്രം, വിവിധ തൊഴിലാളി നിയമങ്ങൾ, തൊഴിലാളി ക്ഷേമനിധി ബോർഡുകൾ, ലേബർ വെൽഫെയർ ബോർഡുകൾ, പിന്നെ വെൽഫെയർ ബോർഡുകളുടെ ആസ്ഥാനം, സാരഥികൾ, പിന്നെ യൂണിസെഫ്, കുട്ടികളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള കൺവെൻഷൻസ്, കുട്ടികളുടെ അവകാശങ്ങൾ, ചൈൽഡ് കെയർ ആക്ട്, കുടുംബശ്രീ, അംഗൻവാടി, ആശാ വർക്കേഴ്സ്, ഇതിൻ്റെ കടമ, ഉത്തരവാദിത്തങ്ങൾ, പിന്നെ റോഡ് സുരക്ഷാ നിയമങ്ങൾ, നടപടികൾ, ട്രാഫിക് നിയമ ലംഘനങ്ങൾ, ട്രാഫിക് നിയമം നടപ്പിലാക്കൽ അധികാരികൾ, റോഡ് സുരക്ഷാ ദിനാചരണം, പ്രാധാന്യം, പിന്നെ കേരളത്തിൻ്റെ ഭൂമിശാസ്ത്രം, നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ കേരളത്തിലെ വിശിഷ്യ കേരളത്തിലെ സംരക്ഷിത പ്രദേശങ്ങൾ, ജൈവവൈവിധ്യ സംരക്ഷണ പ്രാധാന്യം, വന്യജീവി സങ്കേതങ്ങൾ, ദേശീയോദ്യാനങ്ങൾ, കമ്മ്യൂണിറ്റി റിസർവുകൾ, സാമൂഹ്യ വനവൽക്കരണ പദ്ധതികൾ, പ്രമുഖ പരിസ്ഥിതി സമ്മേളനങ്ങൾ, പരിസ്ഥിതി സംഘടനകൾ, പിന്നെ വിവിധതരം വനങ്ങൾ, പുൽമേട്, പിന്നെ കേരളത്തിലെ വിദ്യാഭ്യാസ രംഗം, ആരോഗ്യ മേഖല, സാംസ്കാരിക മേഖല, വ്യാവസായിക മേഖല കൈവരിച്ച പുരോഗതി, പ്രാചീന കേരളം, മധ്യകാല കേരളം, അടിസ്ഥാന വിവരങ്ങൾ, സാമൂഹ്യ പരിഷ്കർത്താക്കൾ, പ്രക്ഷോഭങ്ങൾ, പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ, ആധുനിക കേരളം, യൂറോപ്പന്മാരുടെ വരവ്, ബ്രിട്ടീഷ് ആധിപത്യം, ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യകാല ചെറുത്തുനിൽപ്പുകൾ, ആറ്റിങ്ങൽ കലാപം, പഴശ്ശിക്കലാപം, മലബാർ ലഹള, വാഗൺ ട്രാജഡി, മലയാളി മെമ്മോറിയൽ, ഈഴവ മെമ്മോറിയൽ, നിവർത്തന പ്രക്ഷോഭം, തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് പ്രജാമണ്ഡലം, സമരനായികർ, തിരുവിതാംകൂർ കൊച്ചി സംയോജനം, ഐക്യ കേരളം, കേരളപ്പിറവി, ആദ്യ ജനകീയ മന്ത്രിസഭ, ദേശീയ പ്രസ്ഥാനം കേരളത്തിൽ. നമ്മൾ 10th മെയിൻസ് LDCയുടെ സിലബസ് പോലെ തന്നെയുണ്ട്, എല്ലാം ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കണം. പിന്നെ മാത്സ് എല്ലാം അംശബന്ധ അനുപാതം, 2 അളവുകളുടെ അംശബന്ധം, 3 അളവുകളുടെ അംശബന്ധം, നേരനുപാതം, വിപരീത അനുപാതം, ശ്രേണികൾ, ഗണിത ശ്രേണികൾ, ശതമാനം, പലിശ, സാധാരണ പലിശ, കൂട്ടുപലിശ, ശരാശരി, ഭിന്നസംഖ്യകളും ദശാംശസംഖ്യകളും, ഭിന്നസംഖ്യകളും ദശാംശസംഖ്യകളും ഉപയോഗിച്ചുള്ള ക്രിയകൾ, ലാഭവും നഷ്ടവും ഉൾപ്പെടുന്ന പ്രദേശങ്ങൾ, വൃത്തം, ത്രികോണം, ചതുരം, ജ്യാമിതീയ രൂപങ്ങളുടെ പരപ്പളവ്, വ്യാപ്തം, വൃത്തം, ത്രികോണം, ചതുരം, അടിസ്ഥാന ആശയങ്ങൾ, സമയം ദൂരവും അടിസ്ഥാന ആശയങ്ങൾ, ദിശാബോധം, കലണ്ടറും തീയതിയും, അനുക്രമങ്ങൾ, സംഖ്യാനുക്രമങ്ങൾ, അക്ഷരാനുക്രമങ്ങൾ, സാധ്യതകളുടെ ഗണിതം, പിന്നെ ഇംഗ്ലീഷൊക്കെ നമ്മുടെ പഴയത് തന്നെ. ടെസ്റ്റിംഗ് സ്കിൽസ് ഓഫ് കോംപ്രഹെൻഷൻ, സിമ്പിൾ പാസേജ് ഫോളോഡ് ബൈ ദ കോംപ്രഹെൻഷൻ ക്വസ്റ്റ്യൻസ്, പിന്നെ ടെസ്റ്റിംഗ് എലമെൻറ്റ്സ് ഓഫ് ലാംഗ്വേജ്, വൊക്കാബുലറി, ആൻറ്റോണിയംസ്, സിൻറ്റോണിംസ്, നമ്മളെ പഴയ സിലബസ് പോലെ തന്നെ. ടെൻസ്, കോൺകോർഡ്, ട്രാൻസ്ഫോർമേഷൻ സെൻറ്റൻസ്, പ്രിപ്പോസിഷൻ, പാസിവേഷൻ, റിപ്പോർട്ടിംഗ്, റിപ്പോർട്ട് സ്പീച്ച്, ആർട്ടിക്കിൾ, ക്വസ്റ്റ്യൻ ടാഗ്സ്, മോഡൽ ഓക്സിലറീസ്, ഡിഗ്രി ഓഫ് കമ്പാരിസൺ, എറർ ഐഡൻറ്റിഫിക്കേഷൻ, സ്പെല്ലിംഗ്, അഡ്ജക്റ്റീവ്സ്, ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് സ്പീച്ച്, കോമൺലി യൂസ്ഡ് ഫ്രേസൽ വെർബ്സ് ആൻഡ് ഇഡിയംസ്,
പിന്നെ മലയാളം വാക്യത്തിൻ്റെ അന്വയം, പൊരുത്തം, വ്യാകരണ വ്യവസ്ഥകൾ എന്നിവ പാലിച്ചും ദോഷങ്ങൾ ഒഴിവാക്കിയും വാക്യങ്ങൾ രചിക്കാനും മെച്ചപ്പെടുത്താനുള്ള ശേഷി. പിന്നെ ലിംഗം, പുരുഷൻ, വിഭക്തി, വചനം, നാമങ്ങളുടെ സ്വരൂപം, നാമത്തോട് ചേരുന്ന പ്രത്യയങ്ങൾ, അവ മൂലം ഉണ്ടാകുന്ന അർത്ഥഭേദം, പിന്നെ കാലം, പ്രകാരം, അനുപ്രയോഗം, ക്രിയാപദങ്ങളുടെ രൂപഭേദങ്ങൾ, ക്രിയയോട് ചേരുന്ന പ്രത്യയങ്ങൾ, വാക്യത്തിൻ്റെ അർത്ഥത്തിനുണ്ടാകുന്ന ഭേദങ്ങൾ, വിശേഷണ പദങ്ങൾ, അവയുടെ ധർമ്മം, പ്രയോഗം തുടങ്ങിയവയുള്ള ധാരണ, വിവിധ വിഭാഗത്തിൽപ്പെട്ട പദങ്ങൾ പലതരത്തിൽ കൂട്ടിച്ചേർത്തും പ്രത്യയങ്ങൾ ചേർത്തും പദനിഷ്പാദം നടത്താനും അർത്ഥഭേദം തിരിച്ചറിയാനുള്ള ശേഷി, ശൈലികൾ, ഗദ്യം, വ്യത്യസ്ത വിഷയങ്ങൾ പ്രതിപാദിക്കുന്ന ഗദ്യഭാഗങ്ങൾ വായിച്ച് ആശയം ഗ്രഹിക്കാനുള്ള ശേഷി, സാമാന്യ നിലവാരത്തിലുള്ള 10ാം ക്ലാസ് പദ്യഭാഗങ്ങൾ വായിച്ച് ആശയം ഗ്രഹിക്കാനുള്ള ശേഷി, പോയട്രി, എബിലിറ്റി ടു കോമ്പൻസേറ്റ് ടു പോയട്രി വേരിയസ് ടോപ്പിക്സ് അണ്ടർസ്റ്റാൻഡ്. പിന്നെ വിവർത്തനം, ഈ പദങ്ങൾ, വാക്യങ്ങൾ, ശൈലികൾ എന്നിവയുടെ ശരിയായ ഇംഗ്ലീഷ് മലയാളം വിവർത്തനം, ഇംഗ്ലീഷ് മലയാളം വിവർത്തനം, മലയാളം ഇംഗ്ലീഷ് വിവർത്തനം, ഇങ്ങനെയൊക്കെയുണ്ട്. പിന്നെ സയൻസ്, ജനറൽ സയൻസ്, ഊർജ്ജതന്ത്രം, അളവുകളും യൂണിറ്റുകളും നമ്മളെ 10th മെയിൻസിന് പഠിച്ച പോലെ തന്നെ. പിന്നെ ചലനങ്ങൾ, വൈദ്യുതോർജ്ജം, വൈദ്യുതി പ്രവാഹത്തിൻ്റെ താപഫലം, പ്രകാശഫലം, വൈദ്യുത കാന്തിക പ്രേരണം, നമ്മൾ 10th ക്ലാസ്സിൽ പഠിക്കുന്ന ഫിസിക്സ് ആ ഒരു മേഖല. ഗ്രഹവൈദ്യുതീകരണം, ഊർജ്ജ സ്രോതസ്സുകൾ. പിന്നെ ലോഹങ്ങൾ, സയൻസ് കെമിസ്ട്രി, അലോഹങ്ങൾ, ലോഹങ്ങൾ, ലോഹസങ്കരങ്ങൾ, മൂലകങ്ങൾ, ലോഹസംയുക്തങ്ങൾ, ആസിഡുകൾ, ജലം, ലായനി, ഡീറ്റെയിൽ ആയിട്ട് സയൻസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ബയോളജി, ജീവജാലങ്ങൾ, ജാലവ്യവസ്ഥ, മലിനീകരണം, പ്രകാശ സംശ്ലേഷണം, മനുഷ്യ ശരീരം, പോഷക ആഹാരം, പോഷകാഹാരം, നമ്മൾ 10th മെയിൻസിലുള്ള പഠിച്ചത് തന്നെ. പിന്നെ കമ്പ്യൂട്ടറിൻ്റെ ബേസിക്കൽ കാര്യങ്ങൾ, ഫങ്ഷൻ യൂണിറ്റുകൾ, സവിശേഷതകൾ, സോഫ്റ്റ്വെയർ, ഹാർഡ്വെയർ, ഓപ്പറേറ്റിംഗ് സിസ്റ്റം, വേർഡ് പ്രോസസ്സിംഗ് സോഫ്റ്റ്വെയർ, ഇൻ്റർനെറ്റ്, വേൾഡ് വൈഡ് വെബ്, സൈബർ നിയമങ്ങൾ, സൈബർ കുറ്റങ്ങൾ. പിന്നെ ക്ഷേത്രങ്ങളുടെ പരിക്രമണമായ വളർച്ച, ദേവസ്വങ്ങളുടെ ആവിർഭാവം, പ്രധാന ക്ഷേത്രങ്ങൾ, അവയുടെ പ്രാധാന്യം, പ്രത്യേകത, നിലവിലെ ദേവസ്വം ബോർഡുടെ ഘടന, രൂപീകരണ പ്രക്രിയ, ശ്രേണി ക്രമീകരണവും വരുമാനത്തിൻ്റെയും നിത്യപൂജാനുഷ്ഠാനങ്ങളുടെയും അടിസ്ഥാനത്തിലുള്ള ക്ഷേത്ര വർഗീകരണം, പ്രധാന ക്ഷേത്രോത്സവങ്ങൾ, ആചാരവും ഭക്തിപരവുമായ അനുഷ്ഠാന ചടങ്ങുകൾ, അവയുടെ പ്രാധാന്യവും സാമൂഹിക പ്രസക്തിയും, ഹൈന്ദവ പുണ്യമാസങ്ങൾ, പുണ്യദിനങ്ങൾ, അവയുടെ ആധ്യാത്മിക പ്രാധാന്യം, ക്ഷേത്രകലകൾ, അനുഷ്ഠാന കലകൾ, കേരള ക്ഷേത്ര വാസ്തുശൈലി, ക്ഷേത്ര മര്യാദകൾ, ക്ഷേത്രവാദ്യങ്ങൾ, ക്ഷേത്ര സംഗീതം, വിഖ്യാത ക്ഷേത്രവാദ്യ കലാകാരന്മാർ, വാസ്തുവിദ്യാ ഗുരുകുലം, വിദ്യാലയങ്ങൾ, ക്ഷേത്രകലാപീഠങ്ങൾ, ഹൈന്ദവ പുണ്യഗ്രന്ഥങ്ങൾ, വേദങ്ങൾ, ഉപനിഷത്തുകൾ, പുരാണങ്ങൾ, ഇവയെ സംബന്ധിച്ചുള്ള അടിസ്ഥാന പരിജ്ഞാനം, ഭക്തിപ്രസ്ഥാന നായകർ, വിഖ്യാത മതാചാര്യന്മാർ, ആത്മീയാചാര്യന്മാർ, സാമൂഹിക പരിഷ്കർത്താക്കൾ, തത്വചിന്തകർ, അവരുടെ സംഭാവനകൾ, ആത്മീയ സദ്വചനങ്ങൾ, അവയുടെ ഉദ്ഘോഷകർ, ട്രാവൻകൂർ കൊച്ചിൻ ഹിന്ദു റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആക്ട് 1950, കേരള ദേവസ്വം റിക്രൂട്ട്മെൻറ്റ് ബോർഡ് ആവിർഭാവം, കടമകൾ, ഉത്തരവാദിത്തങ്ങൾ, ഭരണശ്രേണി ക്രമീകരണം, സാരഥികൾ. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. ഒരു വലുതല്ലെങ്കിലും നമ്മൾ ഒരു നല്ലൊരു സിലബസ് തന്നെയാണ് വന്നിരിക്കുന്നത്. നമ്മൾ 10th മെയിൻസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ സെയിം ആയിട്ടുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിച്ചു തുടങ്ങും. നമ്മൾക്ക് ഇതിനനുസരിച്ചുള്ളൊരു ക്ലാസ്സൊക്കെ ടൈം ടേബിൾ വെച്ചിട്ട് നമുക്ക് ചെയ്തു തുടങ്ങാം. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കാൻ തുടങ്ങുക. പഠിക്കാത്തവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പഠിച്ചു തുടങ്ങാം. താങ്ക് യു.